ഹായ് ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഈ റെസിപ്പീൻ്റെ പേരാണ് ഹനീദ്, അങ്ങനത്തെ ഞാൻ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. അപ്പം നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു പാന് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഒരു 9-10 ഏലക്ക, അതുപോലെ തന്നെ ഒരു 10-12 ഗ്രാമ്പു. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം നമ്മൾ പച്ചമല്ലീൻ്റെ പൊടിയിൽ, ഞാൻ പച്ചമല്ലി പൊടിച്ചതില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പച്ചമല്ലി ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുക. ഇതാണ് കേട്ടോ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള മസാല. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കുത്തിട്ട് കൊടുക്കുക. മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് വലിപ്പമുള്ള ചിക്കൻ പീസ് ഒന്നും എടുക്കണ്ട, ഒരു നോർമൽ സൈസ് പീസ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ ചിക്കൻ മാഗി ക്യൂബില്ലേ, ഞാനിവിടെ ഒരു 3 ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം നമ്മുടെ വിനിഗർ ഇല്ലേ, സുർക്ക, അതൊരു 3 ടേബിൾ സ്പൂണോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് 3 ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മുടെ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതും കൊണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എനിക്ക് കണക്കായ ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം, ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ ചിക്കൻ്റെ ഈ സ്റ്റോക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം കേട്ടോ. ഞാൻ എടുത്ത് ഇവിടെ ലേശം കുറഞ്ഞു പോയി, അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ പാർന്ന് അത് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി റൈസിലേക്കുള്ള പരിപാടി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് സെറ്റാക്കാനുള്ള പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4-5 ഏലക്ക, അതുപോലെ തന്നെ ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മുപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഒരു 4 മീഡിയം സൈസ് സവാള ആണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവാളക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുമല്ലോ, അതിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒന്ന് വേണ്ടി വരുമ്പോൾ നമുക്കൊരു 5 തക്കാളി, അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്കാനുള്ള ടൈം കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഊറ്റിയെടുക്കാം. ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പാന് വെച്ച് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്കാകുമ്പോൾ അതിനൊരു ഉറപ്പ് വരും. അപ്പോൾ അതിനൊന്ന് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കില്ല, അതേ സെയിം മെത്തേഡ് തന്നെ, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു, നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തു. അരി സെറ്റായതിന് ശേഷം നമ്മുടെ ചിക്കന് അതിൻ്റെ മുകളിലിട്ടിട്ട് നിരത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, നേരത്തെ മാറ്റി വെച്ച മല്ലിയിലല്ലേ, അതും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ദമ്മിട്ടെടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും ബിരിയാണിയും ഗീ റൈസും മന്തിയൊക്കെ അല്ലേ, അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുഡും തന്നെ കേട്ടോ നമ്മുടെ ഹനീദ് എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.